വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആരാണ് വലിയവൻ? ഇന്നലെ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നതായിരുന്നു ചിന്താവിഷയം. മത്തായി 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, മാർക്കോസ് 9-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ, ലൂക്ക 9-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ എന്നീ വചനഭാഗങ്ങളിലൊക്കെ നാം ഇത് വായിക്കുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന അവർക്കിടയിലുണ്ടായ ഒരു തർക്കത്തിന് യേശു നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ പരിചിന്തന വിഷയം. 2000 വർഷം പിന്നിട്ടിട്ടും ഇന്നും ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി യേശുവാണ്. ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയുമാകണം എന്നതാണ് യേശു നൽകിയ ഉത്തരം. അതും അതിനപ്പുറവും കടന്ന് സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിച്ചവൻ മാതൃക നൽകി. അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അജയ്യനായി അവൻ ഉയർത്തു വന്നു. ഈ ലോകത്തിലെ നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല എന്ന പാഠമാണിത്. ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും കാട്ടുമൃഗങ്ങൾക്കും അവകാശം. അഹങ്കരിക്കുന്നവരെ കർത്താവ് സമൂലം തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. കർത്താവിനോട് ഭക്തിയുള്ള മനുഷ്യനാണ് ഏറ്റവും ബഹുമാനിതൻ. പ്രഭുവിനോ ന്യായാധിപനോ ഭരണാധികാരിയോ ദരിദ്രനായ ഒരു ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല.